എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ആ മാങ്ങ അച്ചാറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളകാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെള്ളത്തിലിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് ആദ്യം മുറിച്ച് വയ്ക്കുക. അങ്ങനെ മുറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചെറിയ ചെറിയ പീസുകളാക്കുകയാണ് അമ്മ. ഓരോ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മാങ്ങ മുറിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 മാങ്ങയാണ് നേരത്തെ പറഞ്ഞല്ലോ, 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 3 മാങ്ങ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുറഞ്ഞ ആവശ്യത്തേക്ക് ഉപയോഗിക്കാം. നമ്മളിതിനകത്ത് ബാക്കിയുള്ള വിനാഗിരി ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്കായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. നമുക്ക് വീടുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈ മാങ്ങ അച്ചാർ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ വേണം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് വേണം. കുറച്ച് പച്ചമുളക് വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി വേണം. കുറച്ച് നല്ല എണ്ണ വേണം. കുറച്ച് കാശ്മീരി മുളക് പൊടി വേണം. കുറച്ച് കടുക് നമുക്ക് പൊടിച്ചിട്ടുള്ളത് വേണം. അതേപോലെ തന്നെ കുറച്ച് ഉലുവ പൊടിച്ചിട്ടുള്ളത് വേണം. ഉലുവാപ്പൊടി വേണം. പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ സ്റ്റൗ കത്തിച്ചു. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പാത്രം വയ്ക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ എണ്ണ ചൂടായി. നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അത് കുറച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കടുക് അത് നമ്മൾ ഇടുകയാണ്. ആവശ്യത്തിന് കടുക് ഇട്ടു. പിന്നെ അതിൽ ഉലുവാപ്പൊടി ചേർക്കണം. ആ ഉലുവാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉലുവാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി അത് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും നന്നായി ചേർത്ത് കുറച്ച് നേരം ഇളക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം മാങ്ങ മുഴുവനായിട്ട് അതിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം മുഴുവൻ മാങ്ങയും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുകയാണ്. അപ്പം മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം അത് ഈ ചൂട് ഒന്ന് മാങ്ങ വാടണം. നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യത്തിന് കായപ്പൊടി നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ പച്ചവെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ തിളപ്പിച്ച് കളഞ്ഞിട്ട് ആറിയിട്ടുള്ള കുറച്ച് വെള്ളം ആണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ യൂസ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നാൽ വെള്ളം ചേർത്താലേ ഇതിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ നന്നായിട്ട് യോജിക്കുകയുള്ളൂ. അപ്പം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കും. ഏകദേശം നമ്മളെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇതിൻ്റെ അകത്ത് വേറെ
സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിനൊന്നും കേടില്ലാത്ത എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അച്ചാറാണ്. അപ്പം നമ്മുടെ ഇവിടെ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു.